കാലങ്ങളായിട്ട് നമ്മളെല്ലാവരും ഈ ഷുഗറിന് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഡോസേജ് ചിലപ്പം 100 mg 250 mg അങ്ങനെ ഡോസേജ് കൂട്ടി കൂട്ടി കാലങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഷുഗറിന് മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മെഡിസിൻസിനെ മാത്രമായിരിക്കും ഇന്ന് ആളുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം ഡയറ്റോ വർക്കൗട്ട്സോ ഒന്നും അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ഡയബറ്റിസ് രോഗികൾ ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡയറ്റ് അല്ലെങ്കിൽ കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളും അതേപോലെ തന്നെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണ രീതികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. മദർ ഓഫ് ഡിസീസ് അല്ലെങ്കിൽ ഒരുവിധം അസുഖങ്ങൾ വരാനുള്ള മൂലകാരണം എന്ന് പറയുന്നത് ഡയബറ്റിസ് ആണ് അല്ലെങ്കിൽ പ്രമേഹമാണ്. നമ്മുടെ ശരീരത്തിൽ അതായത് രക്തത്തിൽ ക്രമാതീതമായിട്ട് ഗ്ലൂക്കോസ് കൂടി വരുന്ന ഒരവസ്ഥയാണ് ഈ ഡയബറ്റിസ് എന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാൻ ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ അവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് അത് പിന്നീട് ടൈപ്പ് 2 ടൈപ്പ് 1 ഡയബറ്റീസിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കുട്ടികളിൽ അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റിസ് ആണ് ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നത്. ജനിച്ച പടിയാലെ ഒരു കുട്ടിയുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആവുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിന് ഫങ്ഷൻ ചെയ്യാനുള്ള ആ ഒരു ഹോർമോൺസ് അവിടെ ആബ്സെൻ്റ് ആവുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റിസ് അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. എന്നാൽ അഡൽട്ട് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രായം കൂടി വരുന്ന ആളുകൾക്ക് ഇന്ന് നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ഒരു ഡയബറ്റിസ് ആണ് ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡൽട്ട് ഡയബറ്റിസ് എന്ന് പറയുന്നത്. അവിടെ അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷേ അതിന് എന്തൊക്കെയോ ഫാക്ടേഴ്സ് കൊണ്ട് അതിന് പ്രവർത്തിക്കാതെ വരുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ടൈപ്പ് 2 ഡയബറ്റിസ് അല്ലെങ്കിൽ അഡൽട്ട് ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇന്ന് മെജോറിറ്റി ഓഫ് ആളുകൾക്ക് ഏകദേശം ഒരു 90% ആളുകൾക്കും ഈ ടൈപ്പ് 2 ഡയബറ്റിസ് അല്ലെങ്കിൽ അഡൽട്ട് ഡയബറ്റിസ് ആണ് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് നമുക്ക് റിവേഴ്സിബിൾ ആണ്. ഒരു 90% ഈ ഒരു ടൈപ്പ് 2 ഡയബറ്റിസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ ഡയറ്റും വർക്കൗട്ടും ചെയ്തിട്ട് അതിന് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ അതിനൊരു 10% ചാൻസസ് മാത്രമേ ഉള്ളൂ അത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി അവിടെ ഇൻസുലിൻ അപ്ലൈ ചെയ്ത് കൊടുത്താലേ ഉള്ളൂ ടൈപ്പ് 1 ഡയബറ്റിസ് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡയബറ്റിസ് എന്ന് പറയുമ്പം ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയ ശരീരത്തിൽ നടക്കുമ്പോഴാണ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ക്രമാതീതമായിട്ട് നമ്മുടെ രക്തത്തിൽ കൂടുകയും അത് പിന്നീട് ഫാറ്റ് ആയിട്ടും അങ്ങനെ ഓർഗൻസിന് ചുറ്റും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒബേസിറ്റി കണ്ടീഷൻസിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത്. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഒന്നാമത്തേത് നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായി കൂടിക്കിടക്കുന്ന ഗ്ലൂക്കോസിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തേത് നമ്മുടെ വിശപ്പിൻ്റെ കാഠിന്യം കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫുഡ് കഴിച്ചു വയറ് നിറഞ്ഞു എന്നുള്ള ആ ഒരു സിഗ്നൽ ബ്രെയിനും വയറുമായിട്ടുള്ള ആ ഒരു സിഗ്നൽ കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിനാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും ഇൻസുലിൻ വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 ഫങ്ഷൻസ് ആണ് ബോഡിയിൽ ഇൻസുലിൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ക്രമാതീതമായിട്ട് രക്തത്തിൽ കൂടി വരുമ്പം ഈ ഇൻസുലിൻ എന്ത് ചെയ്യും, ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോസിനെ എടുത്തിട്ട് കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അവിടെ ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇൻസുലിൻ ശരീരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ കോശങ്ങളിലേക്ക് ഊർജ്ജം എത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ആക്റ്റീവ് ആവുന്നു, നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടുന്നു. ഇതാണ് ശരീരത്തിൽ നോർമലി നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ റെസിസ്റ്റൻസിന്റെ വാക്കിന്റെ ഉദ്ദേശം എന്താണ്, റെസിസ്റ്റ് ചെയ്യുക, എന്തൊക്കെയോ ഫാക്ടേഴ്സ് കൊണ്ട് ഇൻസുലിൻ അവിടെ തടഞ്ഞു പെടുന്നു അല്ലെങ്കിൽ തടഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ ഇൻസുലിൻസിന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടെന്ന മാറ്റങ്ങളും ശരീരഭാരം കൂടിയിട്ടുള്ളതും വർക്കൗട്ട് ഇല്ലാത്ത ഫാക്ടേഴ്സ് കൊണ്ടും ഈ ഇൻസുലിന് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ക്രമാതീതമായിട്ട് ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ബ്ലഡിൽ കൂടി വരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ഈ കൂടി വന്നിട്ടുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്തിട്ട് അത് പല ശരീരത്തിൻ്റെ ഭാഗത്തായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അതിപ്പോൾ ഓർഗൻസിന് ചുറ്റും ആവാം, അല്ല അതേപോലെ തന്നെ നമ്മുടെ വയറിന് ചുറ്റും ആവാം. ഈ ഓർഗൻസിന് ചുറ്റും സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഫാറ്റി ലിവർ എന്ന് പേരിട്ട് വിളിക്കുന്നു. അതേപോലെ തന്നെ ഓവറിക്ക് ചുറ്റും സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിന്
ഡയബറ്റിസ് ഓഫ് ഓവറി അല്ലെങ്കിൽ PCOS എന്ന കണ്ടീഷൻസ് ആവുന്നു. അതേപോലെ തന്നെ ഓരോ ഓർഗൻസിനുമായിട്ടും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു ഓർഗൻസിൽ ഉണ്ടാവുന്ന നോർമൽ ഫംഗ്ഷനിങ് ഇംബാലൻസ് വരികയും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രക്രിയ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡയബറ്റിസ് എന്ന കണ്ടീഷൻസിന്റെ പാത്തോളജി അല്ലെങ്കിൽ അത് ശരീരത്തിൽ നടക്കുന്ന അതിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുമ്പം ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും. ചില ആളുകൾക്ക് ഒരു തുടക്കം മാത്രമായിരിക്കും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ ഒരു 150 എബോ അല്ലെങ്കിൽ ഒരു 180 എബോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ ഈ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രം നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഷുഗർ ലെവൽ കുറവാണെന്ന് ചിന്തിക്കരുത്. HbA1c എന്ന് പറഞ്ഞിട്ടുള്ള 3 month ആവറേജ് ബ്ലഡ് ഷുഗർ സ്റ്റഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ ശരീരം എത്രത്തോളം ഡയബറ്റിക് സ്റ്റേജിലോട്ട് പോയി അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആണോ എന്ന് ആ ഒരു 3 month സ്റ്റഡിയിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ HbA1c നിർബന്ധമായിട്ടും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ലക്ഷണങ്ങളാണ്. ലക്ഷണങ്ങൾ നോക്കുമ്പം അത് ചില ആളുകൾക്ക് ക്ഷീണമായിട്ട് രൂപപ്പെടാവുന്നതാണ്. ക്ഷീണം ഇൻ ദ സെൻസ് നമുക്ക് മെന്റലിയും ഫിസിക്കലിയും നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടാവുന്നതാണ്. രണ്ടാമത്തേത് ഈ മൂത്രശങ്ക, അമിതമായിട്ടുള്ള മൂത്രശങ്കയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ട ടെൻഡൻസി വരുന്നു. മൂത്രം ഒഴിക്കുമ്പം പത കാണുന്നു, ഒരു പുകച്ചിൽ പോലെ കാണപ്പെടാം. അതേപോലെ തന്നെ കാലുകൾക്ക് നീര് വെക്കാവുന്നതാണ്. കാല് തൂക്കിയിട്ടിരിക്കുമ്പം ആ ഒരു ആംഗിൾ റീജിയൻ കണങ്കാലിന്റെ ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്വെല്ലൻഡ് അല്ലെങ്കിൽ നീര് വെച്ച പോലെയൊക്കെ കാണപ്പെടാവുന്നതാണ്. ഈ നീര് വെക്കുക എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്ന വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോ ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഡയബറ്റിക് നെഫ്രോപ്പതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണം അല്ലെങ്കിൽ നമ്മുടെ കിഡ്നീനെ അഫക്റ്റ് ചെയ്തു എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു എക്സ്റ്റേണൽ സിംറ്റം അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ് നമ്മുടെ കാലുകളിൽ കാണപ്പെടുന്ന ഈ ഒരു നീര് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഈ ഇൻസുലിൻ എന്ന ആ ഒരു ഹോർമോൺ ഞാൻ പറഞ്ഞു നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇൻസുലിൻ അവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പേഷ്യൻറ്റിന് വിശപ്പ് കൂടി വരുന്നു. അമിതമായിട്ട് ഫുഡ് കഴിക്കേണ്ട ഒരു ടെൻഡൻസി വരുന്നു. ചില ആളുകൾക്ക് വിശപ്പും ഒട്ടും ഇല്ലാത്തൊരവസ്ഥകൾ വരുന്നു. അമിതമായിട്ട് നമ്മൾ വിശപ്പ് കൂടി വരുന്ന കണ്ടീഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫുഡ് കഴിക്കുന്നു. അങ്ങനെ നമുക്ക് വെയിറ്റ് ഗെയിനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഈ സ്കിന്നിലൊക്കെ കളർ ചേഞ്ചസ് ഉണ്ടാവും. ഈ കഴുത്തിൻ്റെ ഭാഗത്ത്, തൊടയുടെ ഭാഗത്ത്, അതായത് സൺലൈറ്റ് എക്സ്പോഷർ അധികം കിട്ടാത്ത ഭാഗത്തൊക്കെ ആയിട്ട് ഭയങ്കര ഡാർക്കായിട്ട് സ്കിന്നിൻ്റെ ആ ഒരു അപ്പിയറൻസ് നമുക്ക് കാണാവുന്നതാണ്. അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന കണ്ടീഷൻസ് ആണ്. അതായത് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലെ മെലാനിൻ ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് കാരണം ബോഡി കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. ചില ആളുകൾക്ക് സ്കിൻ ടാക്സ് രൂപപ്പെടാം. സ്കിൻ ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പുറ്റ് പോലെ ഇങ്ങനെ അടർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസിന്റെ മെയിൻ സിംറ്റം ആണ് ഈ പറഞ്ഞിട്ടുള്ള സ്കിൻ ടാക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്ത്രീകളിലൊക്കെ കേസ് നോക്കുമ്പോൾ ഫേസിലൊക്കെ ഭയങ്കര ഒരു പിഗ്മെന്റേഷൻസ് അല്ലെങ്കിൽ ഒരു ടാൻ അടിച്ച പോലെയൊക്കെ പിഗ്മെന്റേഷൻസ് ഫേസിൽ കാണാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് മെയിൻലി സ്കിൻ റിലേറ്റഡ് കംപ്ലയിൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വിഷൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന റെറ്റിനോപ്പതി എന്ന കണ്ടീഷൻസിന്റെ ഭാഗമായിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി വരുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് കാറ്ററാക്റ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. വിഷൻ അതായത് കാഴ്ചയിൽ ഒരു മങ്ങിച്ച പോലെയൊക്കെ കാണപ്പെടാവുന്നതാണ്. അത് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള കേസസിലാണ് നമുക്ക് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് ന്യൂറോപ്പതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നാഡീ വ്യവസ്ഥകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പം അത് തരിപ്പായിട്ടും മരവിപ്പായിട്ടും അതേപോലെ തന്നെ പുകച്ചിലൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി കൈകാലുകൾക്ക് അതേപോലെ തന്നെ ഉള്ളം കൈയിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ബുദ്ധിമുട്ടുകൾ അഫക്റ്റ് ചെയ്യുന്നത്. ശരീരം മൊത്തം വേദനയായിട്ടും ജോയിൻസിനൊക്കെ ഭയങ്കര പെയിനും നീർക്കെട്ടൊക്കെ അനുഭവപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ ബോഡി തന്നെ കാണിക്കുന്ന ഒരുപാട് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ലക്ഷണം ഒന്നും തന്നെ ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ക്ഷീണം മാത്രമായിരിക്കും കാണപ്പെടുന്നത്. എന്നാലും നിങ്ങൾ ഒരു അനലൈസ് എന്നുള്ള രീതി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബോഡി ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഉള്ള ആ ഒരു ഷുഗർ ലെവലൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടതാണ്. ശരീരഭാരം കൂടിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, HbA1c അതേപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളെ ഭക്ഷണ രീതികളിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭക്ഷണ രീതികൾ എന്ന് പറയുമ്പോൾ പലരും ഇന്ന് ചിന്തിക്കുന്നത് ഈ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. അത് ശരിയാണ്. പക്ഷേ അതിനോടൊപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഞ്ചസാര എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കലോറിയാണ് അതിലുള്ളത്. അതായത് നമ്മുടെ ബോഡിയിലെ ഊർജ്ജം എന്നുള്ള ആ ഒരു ഫാക്ടറാണ് ഈ ഒരു ഷുഗറിൽ അടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈക്വൽ വെയിറ്റേജ് ഉള്ളത് തന്നെയാണ് ശർക്കരയും ഹണിയും. ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ ശർക്കരയും ഹണിയും ഒക്കെ ഈ ഷുഗർ രോഗികൾക്ക് കഴിക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം
ഗ്രാം ശർക്കര എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കലോറി റേറ്റ് നോക്കുമ്പം ഏകദേശം ഒരു 300 കിലോ കലോറീസ് ആണ് അതിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു 100 ഗ്രാം ഹണി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കലോറി റേറ്റ് വരുമ്പോൾ ഒരു 200-250 റേഞ്ചസിലാണ് കലോറി റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു 100 ഗ്രാം പഞ്ചസാര എടുക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ ഒരു 380-350 കലോറീസ് തന്നെയാണ്. ഓൾമോസ്റ്റ് തുല്യ രീതിയിലാണ് കലോറീസ് കാണിക്കുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഹെൽത്തി എന്നുള്ള രീതിയിൽ നമുക്ക് ജാഗരി അല്ലെങ്കിൽ ഹണിയൊക്കെ കഴിക്കാവുന്നതാണ്. കാരണം ഹണിയിലൊക്കെ ആൻറ്റി ഓക്സിഡന്റ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് എക്സ്ട്രാ വരുന്നുണ്ട്. അതേപോലെ ജാഗരി നോക്കുമ്പോൾ അത്യാവശ്യം അയൺ, മെഗ്നീഷ്യം പോലത്തെ ഇത്തരം മൈക്രോ ന്യൂട്രിയൻസും പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഡെയിലി ബേസിസിൽ നിങ്ങൾ കഴിക്കേണ്ട, ഓൾട്ടർനേറ്റ് ബേസിസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പാകം ചെയ്യുന്ന ഭക്ഷണത്തിലൊക്കെ ഹണിയോ അല്ലെങ്കിൽ ജാഗരിയോ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇനി ചായയും കാപ്പിയും കുടിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ചായയും കാപ്പിയും കുടിക്കാം, മധുരം ഇടാതെ കുടിക്കാവുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അത് ബ്ലാക്ക് ടീ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. ബ്ലാക്ക് ടീയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചറോ അല്ലെങ്കിൽ കറുവപ്പട്ടയോ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഗ്രീൻ ടീ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഒരു 11 മണിക്കോ 4 മണിക്കോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ടീ പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ റൈസ് ഐറ്റംസിലേക്ക് നോക്കുമ്പം പലരും ഇന്ന് മൂല്യം കൂടുതലായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള ബ്രൗൺ റൈസിനൊക്കെ വാല്യൂ കൂടുതലായതുകൊണ്ട് നമ്മളെല്ലാവരും വൈറ്റ് റൈസ് ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. വൈറ്റ് റൈസ് എന്ന് പറയുമ്പം അതിൻ്റെ കോട്ടിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസും ധാതുക്കളും എല്ലാം അരിച്ചെടുത്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ വൈറ്റ് റൈസ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഈ ഷുഗർ രോഗികളാണെങ്കിൽ നിങ്ങൾ ബ്രൗൺ റൈസ് ആണ് പ്രിഫർ ചെയ്യേണ്ടത്. അതായത് റെഡ് റൈസ് അല്ലെങ്കിൽ തവിട് കളയാത്ത ധാന്യങ്ങൾ, അതിപ്പോൾ മട്ട, ചാമ, തിന, റാഗി പോലത്തെ ധാന്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. കഴിക്കുമ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിൻ്റെ ഭാഗം നോക്കുമ്പോൾ 1/4 ഭാഗം മാത്രം നിങ്ങൾ റൈസ് എടുക്കാൻ ശ്രമിക്കുക. ബാക്കി 3/4 നിങ്ങൾ പ്രോട്ടീൻസും ഫൈബേഴ്സും ഫാറ്റ്സും അതേപോലെ തന്നെ മറ്റുള്ള വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഡോക്ടറെ, എങ്ങനെ ഈ പ്രോട്ടീൻസും വൈറ്റമിൻസും അതൊക്കെ പറയുന്നത് മാത്രമാണല്ലോ, അത് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ 1/4 ഭാഗം റൈസ് എടുക്കുക. അതിൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഒരു എഗ്ഗ് കഴിക്കാവുന്നതാണ്. അത്യാവശ്യം പ്രോട്ടീൻസ് ഉണ്ട്, ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലരും ചിന്തിക്കും ഇത് കൊളസ്ട്രോൾ അല്ലേ, എങ്ങനെയാ കഴിക്കാൻ പറ്റുമെന്ന്. ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് ആയതുകൊണ്ട് തന്നെ ബോഡിക്ക് യാതൊരു രീതിയിലുള്ള ഡാമേജും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഒരു എഗ്ഗ് വെച്ച് കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഫൈബേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോരൻ അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് വെച്ചിട്ട് നന്നായിട്ട് തോരൻ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെജിറ്റബിൾ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ബീൻസ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതൊക്കെ ഫൈബേഴ്സ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും അതേപോലെ തന്നെ വെജിറ്റബിൾസും ആണ്. അപ്പോൾ ഫൈബേഴ്സ് കഴിക്കാൻ ശ്രമിക്കുക. ഇനി വൈറ്റമിൻസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് കഴിക്കാവുന്നതാണ്. തൈര്, മോര് അല്ലെങ്കിൽ യോഗേർട്ട് ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ്. ചെറിയ മത്സ്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻസും ഹെൽത്തി ഫാറ്റ്സും അടങ്ങിയിട്ടുണ്ട്. ചെറിയ മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ അയല, മത്തി, നെത്തോലി പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ കറി വെച്ച് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളൊരു പ്ലേറ്റ് അല്ലെങ്കിൽ ഡയബറ്റിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് യൂഷ്വലി എല്ലാവരും ഇഡ്ഡലി, ദോശ, വെള്ളപ്പം, അതേപോലെ തന്നെ പുട്ട്, ഇതൊക്കെയാണ് കഴിക്കാറുണ്ട്. നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, അതിൻ്റെ അളവ് കുറയ്ക്കുക. അതിൻ്റെ കൂടെ കഴിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂട്ടാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ അല്ലെങ്കിൽ പുട്ടൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. കൂടെ നിങ്ങൾ മറ്റുള്ള ധാന്യങ്ങൾ, എസ്പെഷ്യലി കടല, മുതിര, ചെറുപയർ, അതേപോലെ തന്നെ ഗ്രീൻ പീസ്, ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെ പ്രോട്ടീൻസ് ആണ്, അപ്പോൾ അത് ബാലൻസ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 11 മണിക്ക് വേണമെങ്കിൽ ഒരു സ്നാക്സ് കഴിക്കാം. സ്നാക്സ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ആയിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വൈകിട്ട് നിങ്ങൾ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ മാക്സിമം റൈസ് ഐറ്റംസ് കുറച്ചിട്ട് കുറച്ചുകൂടി സാലഡ് ഫോമിലുള്ള ഫുഡ് ഐറ്റംസ് പ്രിഫർ ചെയ്യുക. അതേപോലെ തന്നെ ചപ്പാത്തിയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എന്നാൽ അളവിൽ കൂടരുത്, 2 or 3 എന്നുള്ള രീതിയിൽ മാത്രം ഫോളോ ചെയ്യുക. കൂടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ്, സാലഡ്സ് അല്ലെങ്കിൽ ഓംപ്ലേറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓട്സ് ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. ഒരിട നേരങ്ങളിൽ ഓട്സ് വെച്ചിട്ട് ഓംപ്ലേറ്റോ അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ ആക്കി കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് റൈസ് കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള റൈസ് ഐറ്റംസ്, അതായത് റൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാവുന്നതാണ്. റാഗി എടുക്കാവുന്നതാണ്, ബാർലി, അതേപോലെ തന്നെ ക്യുനോവ പോലത്തെ റൈസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ധാന്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഷുഗറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീവിയ ലീവ്സ് ഒക്കെ വെച്ചിട്ടുള്ള ടീ ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾ ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുമ്പം എപ്പോഴും മധുരം കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരിക്കണം കൺസ്യൂം ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് പേരക്ക, ഓറഞ്ച്, മൊസംബി, ആപ്പിൾ, പൈനാപ്പിൾ ഒക്കെ നല്ല രീതിയിൽ കഴിക്കാവുന്നതാണ്. തൊലി കളയാതെ തന്നെ കഴിക്കാൻ ശ്രമിക്കാം. എന്നാൽ ഈ മാംഗോ, ജാക്ക്
ഫ്രൂട്ട്, ഗ്രേപ്സ്, ചിക്കു ഇതിൻ്റെയൊക്കെ അളവ് പരമാവധി കുറയ്ക്കുക. കാരണം ഇതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. നേന്ത്രപ്പഴമൊക്കെ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ കഴിക്കാം, പക്ഷേ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം കഴിക്കാൻ ശ്രമിക്കുക, എസ്പെഷ്യലി ഡയബറ്റിസ് രോഗികൾ. അതേപോലെ തന്നെ നിങ്ങൾ ഡേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു 1 2 എന്നുള്ള രീതിയിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മറ്റ് കണ്ടീഷൻസ് ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് എന്തെങ്കിലും വീക്ക്നെസ് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് 2 to 3 ഡേറ്റ്സ് ഒക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡ്സ് നിങ്ങൾ ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ഒരു കറക്റ്റ് മെത്തേഡ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഷുഗർ ലെവലൊക്കെ നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ 1 2 മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാവുന്നതാണ്. ഇതിപ്പോൾ ഡയറ്റ് മാത്രമാണ്. ഇതിനോടൊപ്പം നിങ്ങൾ സ്ട്രെച്ചിങ് എക്സസൈസ് അല്ലെങ്കിൽ കാഫ് മസിൽ റേസിങ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുക, സ്ലീപ്പ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യുക. ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺസ് ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്